അപ്പം ഇന്ന് നമ്മളെ നോമ്പ് കാലത്ത് ആദ്യം ഇടാമെന്ന് ഓർത്തിരുന്ന ഒരു ഐറ്റമാണ്, പക്ഷേ സാധിച്ചില്ല. ഒരു കാര്യമുണ്ട്, എനിക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നൊസ്റ്റ് ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം കേട്ടോ. ഇതൊക്കെ ഇതാണ് അമ്മയുടെ പാകം. ചെറുപ്പത്തിലെ ശീലിക്കുന്ന ചില ശീലങ്ങൾ നമുക്ക് എത്ര മാറ്റണമെന്ന് പറ്റിയാലും മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. ആന കരിമ്പിൻകാട്ട് കയറി എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലായിരിക്കും ഈ പരിസരം കിടക്കണം. ഇന്ന് നമ്മളെ നോമ്പ് കാലത്ത് ആദ്യം ഇടാമെന്ന് ഓർത്തിരുന്ന ഒരു ഐറ്റമാണ്, പക്ഷേ സാധിച്ചില്ല. കാരണം എന്നാന്ന് വെച്ചാൽ വേറെ കുറേ വെറൈറ്റീസ്, കുറേ കറികളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നതുകൊണ്ടും പല പല കാര്യങ്ങളുള്ളതുകൊണ്ടും നടന്നില്ല. നോമ്പ് കാലത്ത് മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. കറി എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു തുട്ടുകൂട്ട. അതായത് തേങ്ങ വറുത്തിട്ട് ഇടിച്ചെടുക്കണ ചമ്മന്തിപ്പൊടി. അപ്പം പണ്ട് കാലത്ത് ഈ ചമ്മന്തിപ്പൊടി തേങ്ങ വറുത്തിട്ട് ഉരുളിയിലൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കണത്. അടുപ്പിൽ ഉരുളിയിൽ തേങ്ങ വറുത്തിട്ട് ഉരുളിക്കകത്തിട്ട് ഒരു 3-4 തേങ്ങയൊക്കെ വറുത്തയച്ച് അത് ഉരലിൽ ഇടിച്ച് പുളിയൊക്കെ ചേർത്ത് ഇടിച്ച് റെഡിയാക്കി കുപ്പികളിലാക്കി വെക്കും. എന്നിട്ട് ഓരോ കുപ്പിയാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാവർക്കും സൗകര്യമല്ലേ മിക്സിയിൽ പൊടിച്ചു കഴിഞ്ഞാൽ ഈ ഉരലിൽ ഇടിക്കണ അത്രയും ഇടിച്ചെടുക്കണ അത്രയും രുചിയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നതാണെങ്കിലും എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് അത്ര താല്പര്യം ഇല്ലല്ലോ, അപ്പയ്ക്കും വലിയ താല്പര്യമില്ല, ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതെന്നാന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഉണ്ടാക്കലധികം ഇല്ലായിരുന്നത്. ഞങ്ങൾക്കിത് മങ്ങാത്തൊല്ലിയുടെ കാര്യം പറഞ്ഞ പോലെ നെസ്റ്റ് ഓർമ്മയാണ്. അപ്പം എല്ലാ സമയങ്ങളിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കണ ഒരു തൊടുകറി, അച്ചാറ് പോലെ ഉപയോഗിക്കാൻ പറ്റിയൊരു തൊടുകറിയാട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം ഇതിന് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് കുറേ നാൾ 3-4 തേങ്ങ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കണത് കൊണ്ട് അതിന് ചുമന്നുള്ളി ചേർക്കൂല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്നുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും. അപ്പം പിന്നെ ചുമന്നുള്ളി ചേർക്കുവാണെങ്കിൽ പിന്നെ ഇത് ടിന്നുകളിലാക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കണം. ഞാനിപ്പോൾ ഒരു തേങ്ങയോ ചിരണ്ടി എടുത്തിട്ടുള്ളൂ, ഉണക്കത്തേങ്ങ. അതപ്പോൾ വേഗം ഒന്ന് വറുത്ത് കിട്ടും. അപ്പം അത് കാരണം ഇച്ചിരി ചുമന്നുള്ളിയും കൂടെ ചേർക്കേണ്ടതേ. ചുമന്നുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുമെന്ന് അറിയാമല്ലോ. പക്ഷേ ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയും പിന്നെ കുറച്ചുണ്ടാക്കിയാലും കൂടുതൽ ദിവസം ഉപയോഗിക്കാനും ഉണ്ടെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. എനിക്ക് തേങ്ങ വറുത്ത് പൊടിച്ചെടുക്കണ ചമ്മന്തി ഫ്രിഡ്ജിൽ വെക്കണ ഇഷ്ടമല്ല. എന്നാണോ എനിക്ക് ഇഷ്ടമല്ല, വീട്ടിലൊന്നും ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കൂല ഞാൻ, അതുകൊണ്ടായിരിക്കും. അപ്പം എന്തായാലും പറഞ്ഞു നിൽക്കാതെ നമുക്ക് ചുമന്നുള്ളി ഇട്ടാൽ ഇച്ചിരി സ്വാദ് കൂടും. ഇപ്പം ഒരു തേങ്ങയുടെ ഉള്ളൂ അപ്പൊ തേങ്ങ ചിരണ്ടിയേച്ചേ ഒരേ രീതിയിലായി കിട്ടാൻ വേണ്ടി മിക്സിയിൽ പൾസ് മോഡലിൽ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനകത്തൊരു നാര് അത് തേങ്ങ ചിരണ്ടി ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ ചീനിച്ചട്ടിയിൽ അടി പിടിക്കാതിരിക്കാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി ആദ്യം അങ്ങ് ഇടാട്ടോ. ഉള്ളിക്ക് വെള്ളം കൂടുതലുള്ള ഇതല്ലേ, അപ്പൊ ഉള്ളി ഒന്ന് പതുക്കെ അങ്ങ് വഴന്ന് വന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഡ്രൈ ആക്കണം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് പെട്ടെന്ന് തീരണോണ്ട് പിന്നെ കേടാവണ വിഷയം ഇല്ല കേട്ടോ. അപ്പൊ ഏതാണ് ഓക്കെ. അപ്പൊ ചുമന്നുള്ളിയുടെ കളറൊക്കെ പതുക്കെ ചേഞ്ചായി വന്നില്ലേ. ഞാനൊരു സ്വല്പം ഉള്ളത് കൊണ്ടാട്ടോ ചുമന്നുള്ളി ചേർത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ എന്നാ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോരെ ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കൂട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് തേങ്ങ ചുമന്ന് വന്നെ അനുസരിച്ച് ഏറ്റവും സിമ്മിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ അറിയാലോ, തേങ്ങ വറക്കുമ്പോൾ കരിഞ്ഞു പോകും. ഇപ്പം എല്ലാം പൊരിപ്പലും ഒരേ രീതിയിൽ ഇരിക്കാൻ വേണ്ടിയാണ് മിക്സിയിൽ പൾസ് മോഡലിലൊന്ന് ക്രഷ് ചെയ്തത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഇല്ലേ കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. വേപ്പില പറിച്ചിട്ട് ഞാൻ കഴുകിയതേ നനവുണ്ട് ഇച്ചിരിച്ച്. പണ്ട് നമ്മൾ കറിവേപ്പില ചമ്മന്തി കറിവേപ്പില കട്ടി ഇല്ലേ, വേപ്പില കട്ടി നല്ല രുചിയാ. അത് പൊടി പോലെ ഇതുപോലെ തന്നെ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റൂല. അത് കാരണം എന്നാന്നോ, വേപ്പിന്റെ ഇലയെല്ലാം പൊഴിഞ്ഞു നിൽക്കുമല്ലേ, പിന്നെ അപ്പടി ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി പോലെയല്ലേ. അത് ഈ മഴ പിടിക്കുന്ന സമയത്ത് നല്ല ബുഷിയായിട്ട് വരൂലേ, അന്നേരം വേണം അത് ചെയ്യാൻ. ഏതാണ് ഓക്കെ. അപ്പൊ ഇനി ഇത് ഒരുവിധം നന്നായിട്ട് മൂത്ത് വെള്ളം വറ്റി വന്ന് കളറ് പതുക്കി ആയി തുടങ്ങുമ്പോഴാണ് നമ്മൾ വറ്റൽമുളക് ചേർക്കണം കേട്ടോ. വറ്റൽമുളകും ചേർക്കണം. ഇതിനാവശ്യമെന്ന് തോന്നണ പുളിയും ചേർക്കണം കേട്ടോ. അപ്പൊ ഇത് പതുക്കെ കിടന്നാവട്ടെ കേട്ടോ. നോയമ്പുകാലത്താണ് ഈ കറിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്നത്. അത് ശരിയാ. അല്ലാത്തപ്പോ മീനോ ചെമ്മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഈ സ്കൂളിൽ പോണ കാലത്തൊക്കെ ഞങ്ങൾക്കൊക്കെ അമ്മ അവിടെ ഇങ്ങനെ പുലർത്തറിയൊന്നും ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും ചുറ്റുപാത്രത്തിലിട്ട് വെച്ച് വരുന്നിട്ട് ഞങ്ങൾ വഴക്ക് പറയും. എന്നാന്നറിയാമോ, പാവം ഗ്രാൻഡ് മദർ ആണെങ്കിലും അമ്മനെ വഴക്ക് പറയും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറുകറി ഒഴിച്ച് വെച്ചാൽ അതിന്റെ സൈഡിലേക്ക് ആയിരിക്കും വെക്കുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കും. അന്ന് വേറെ കറിപ്പാത്രം ഇല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എനിക്ക്
ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഒരു നെക്സ്റ്റ് ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം കേട്ടോ. ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഇങ്ങനെ ഒരു ബാഗായിരുന്നു 2 വള്ളിയുടെ. എന്നിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ കൊട്ട പോലെയുണ്ട് ഈ ചോറ്റുപാത്രം വെക്കാൻ, ഇങ്ങനെ റൗണ്ട് ഇതില. അത് പെരുമ്പാവൂരിൽ നിന്ന് കണ്ട് മേടിച്ചത് അന്നത്തെ കാലത്ത്. എന്നിട്ടേ അതില് വട്ടച്ചോറ്റുപാത്രം വെക്കും. അപ്പൊ അതില് കറിപ്പാത്രം ഇല്ല. അമ്മാച്ചന് വേറൊരു ഗുണമുണ്ട്. അമ്മാച്ചൻ ബൈയിലല്ല പുസ്തകം കൊണ്ടുപോണത്. ഈ പുസ്തകങ്ങളെല്ലാം അങ്ങനെ കെട്ടിവെച്ച് ഇലാസ്റ്റിക്കിന്റെ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരുതരം വീതിയുള്ള ഇലാസ്റ്റിക്കിന്റെ റബ്ബർ ബാൻഡ് പോലത്തെ ഉണ്ട്. കടയിൽ നിന്ന് മേടിക്കും, മത്തായ കുഞ്ഞേട്ടന്റെ കടയിൽ നിന്ന് മേടിക്കുന്ന പെരുമ്പളത്തെ ആ കടയിൽ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും വീതി കാണും. എന്നിട്ട് പുസ്തകങ്ങളെല്ലാം കൂടെ ഇങ്ങനെ അടുക്കി വെച്ച് അത് കെട്ടും. എന്നിട്ട് അതിലാ പേനയൊക്കെ പോക്കറ്റിൽ കുത്തും, പെൻസിലും പേനയൊക്കെ. അങ്ങനെയാ ഞാൻ ഈ ബാഗിലാണ് ചുമക്കട. അപ്പൊ അമ്മാച്ചൻ എന്നാന്ന് വെച്ചാൽ ഒരു കയ്യിൽ എന്നിട്ട് തൂക്കുചോറ്റുപാത്രം, ആ തൂക്കുചോറ്റുപാത്രം ഇപ്പോഴും അവിടെയുണ്ട്. അപ്പൊ തൂക്ക് ചോറ്റുപാത്രത്തിന് അടപ്പിന് മുമ്പ് ഒരു കറിക്കള്ളിയുണ്ട്. അതായത് ചോറ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സാധനം വെച്ച് പ്രസ് ചെയ്ത് അടയ്ക്കും. അപ്പൊ അതിൽ കറി വെക്കാം. ചാറുകറി അകത്തൊഴിക്കും. ഈ പ്രസ് ചെയ്ത് വെക്കുന്നതിൽ ഉലർത്തുകറിയോ ചമ്മന്തിയോ ഒക്കെ വെക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറയും എനിക്ക് തൂക്കുപാത്രം വേണമെന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ ചോദിക്കും നീ എങ്ങനെ തൂക്കിക്കൊണ്ടുപോകാനാന്ന്. എന്താന്ന് വെച്ചാൽ സഞ്ചിയിൽ ഇങ്ങനെ വലിയ ഗമേല പുസ്തകം കൊണ്ടുപോകണം. അപ്പൊ അടിയിൽ പാത്രം ആയതുകൊണ്ട് അതിന് തൂക്കുപാത്രം ഇല്ല. അങ്ങനെയൊക്കെ ഒരു നെക്സ്റ്റ് ഓർമ്മ ഇപ്പൊ ഷെയർ ചെയ്തതാട്ടോ അന്നത്തെ കാലം. രസമായിരുന്നു. അപ്പൊ തേങ്ങയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിട്ടോ. വെള്ളമൊക്കെ വറ്റി ഇതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ദുരിതം അതൊരു ഇതാണ്. പിന്നെ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് വേണമെന്നല്ല ഇളക്കാം. ഇനിയിപ്പം നമ്മള് തേങ്ങയുടെ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ മുളക് ചേർത്തു കേട്ടോ. വറ്റൽമുളകൊക്കെ അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാൻ. ചമ്മന്തിപ്പൊടി ആകുമ്പോൾ അധികം എരിവിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഒരു 4-5 മുളക് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഞെട്ട് കളഞ്ഞേച്ചാണ് മുളക് ഇട്ടേക്കണം. ചിലർ ഞെട്ടോട് കൂടി ഇടുന്നവരും ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടം കേട്ടോ. ചിലർ ഇതിന്റെ കൂടെ മറ്റു മസാലകൾ ഇടുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി. അതിനെപ്പറ്റി എനിക്കറിയില്ല. ഒരു സാധനം വീട്ടിലിടുവായിരുന്നു, ചങ്ങലമ്പരണ്ട എന്ന് പറഞ്ഞൊരു സാധനം. അത് പണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇവിടെ അടുത്തുള്ള ഒരു ആൾ എനിക്കത് തന്നതാ. പക്ഷെ അത് നട്ടിട്ട് ശരിയായില്ല, പോയത് മഴയൊക്കെ പെയ്തപ്പോ. അത് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഡ്രാഗൺ ഇല്ലേ അതുപോലെ ഇങ്ങനെ കേറി പോണ വള്ളി പോലെയുള്ള ചാച്ചാച്ചയുടെ ഇവിടെ പണ്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇട്ടാ ടേസ്റ്റ് കൂടും. അതിങ്ങനെ കുരുന്ന് അരിഞ്ഞിടുക ഇതിലേക്ക് വറക്കമ്പ, തേങ്ങ വറക്കമ്പ. ഇനിയിപ്പൊ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നമുക്ക് പുളി ചേർക്കാം കേട്ടോ, വാളംപുളി. പിന്നെ പൊടിക്കാൻ നേരത്തെ ഉപ്പ് ചേർത്തേച്ചാൽ മതി. കല്ലുപ്പാണ് ചേർക്കണത്. ഇതിന് പുറത്ത് വരട്ടെ, നന്നായിട്ട് ചുമന്നു വന്നെ, അതാ എനിക്കിഷ്ടം. അങ്ങനെ ഇളക്കി ഈ പരുവത്തിലായി. അത് എന്നാന്നറിയാമോ, ചിലര് ചുമപ്പ് രാശിയാകുമ്പോ അത് നിർത്തി വെച്ച് പൊടിച്ചെടുക്കും. എനിക്ക് ശരിക്കും ഇച്ചിരി ഡാർക്ക് ബ്രൗൺ വന്നതാ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മാക്സിമം മുരിച്ചെടുക്കും കേട്ടോ. എനിക്കത് ഇഷ്ടമായത് കൊണ്ട് എന്ന് വിചാരിച്ചത് കരിഞ്ഞതായിരിക്കില്ല. അത് ഡാർക്ക് ബ്രൗൺ ആക്കി ഞാൻ എടുക്കണതാണ്. ഞാൻ ഓഫ് ചെയ്യണ പാകം നിങ്ങളെ കാണിച്ചു തരാം. ചുമപ്പ് രാശി വേണമെന്നുണ്ടെങ്കിൽ ഈ പാകത്തിന് ഓഫ് ചെയ്യാം. ചട്ടിയിലിരുന്നൊന്ന് ഒന്ന് മൂത്ത് കിട്ടൂലോ. പിന്നെ കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ടാട്ടോ മിക്സിയിലിടാവുള്ളൂ. അതെല്ലാവർക്കും അറിയാലോ. ഇപ്പൊ പറഞ്ഞു തന്നാ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ വിട്ടുപോകും. ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് വാളംപുളി ചേർക്കാം കേട്ടോ, കാണിച്ചു തരാം. പുളി ചിലപ്പോൾ ചേർക്കുമ്പോൾ കുറവായിരിക്കും. പിന്നെ ഇടിച്ചു കഴിയുമ്പോൾ കുറവെന്ന് തോന്നിയാൽ കൂടുതൽ ചേർക്കാം. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പൊടിച്ചു കഴിഞ്ഞൊന്നും ചെയ്യാൻ പറ്റൂല്ലോ. പിന്നെ അത് കാരണം കുറച്ച് ആദ്യം ഇട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടെ മൂത്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫ്ലെയിം കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും കേട്ടോ. സാധനം കരിഞ്ഞു പോകും. വെള്ളം വറ്റുന്നവരെ ഒരുമാതിരി നല്ല ഫ്ലെയിമിലിട്ട് വറക്കുക. അതിനുശേഷം മീഡിയത്തിലേക്ക് മാറ്റുക. പിന്നെ ഈ കളറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്മിലേക്ക് മാറ്റുക കേട്ടോ. ഏറ്റവും സിം ഏതാന്ന് വെച്ചാൽ അതിലിട്ട് മൊരിച്ചെടുക്കുക. മൊരിച്ചല്ല, വറുത്തെടുക്കുക. അപ്പൊ നമുക്ക് വാളംപുളി ചേർക്കാം. ദേ ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ അങ്ങനെ അടി പിടിക്കൂല. നമ്മൾ സൂക്ഷിച്ചാൽ മതി. ഈ വെള്ളം വറ്റുന്നവരെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടി പിടിക്കും. ഇതാണ് അമ്മയുടെ പാകം. ഇച്ചിരിയോടെ ആയാലും കുഴപ്പമില്ല. ഇനി വേണ്ട, കാരണം ഇനി ചിലപ്പോ തണുക്കാൻ വെക്കുമ്പോ മൂക്കും. അത് തിരുമറിയിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കറുത്ത കളറിലിരിക്കും. എനിക്കത് വലിയ ഇഷ്ടം. എന്നാന്ന് വെച്ചാൽ അങ്ങനെ കണ്ട് ശീലിച്ചേ എല്ലാവരും ഈ ഡാർക്ക് ബ്രൗണിൽ ഓഫ് ചെയ്യും. ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു ഡാർക്ക് കളറായിട്ട് ശരിക്കും കറുപ്പ് രാശി കളർ ഇരിക്കും. ഒരിക്കലും അത് അടി പിടിച്ച് അങ്ങനെ എടുക്കണതല്ല കേട്ടോ. അത് അങ്ങനെ
ആ കളർ താല്പര്യം ആയതുകൊണ്ട് പരമാവധി മൂപ്പിച്ചെടുക്കണതാ. അല്ലാണ്ട് അടി പിടിക്കണല്ലേ. നിങ്ങൾക്ക് ചീനച്ചട്ടി നോക്കി അറിയാണ്ടേ. അപ്പൊ ഇരുന്നോളും കുറച്ച് ദിവസം കൂടുതൽ. ഇതിപ്പോ ഈ കൂടുതൽ ഇരിക്കാനില്ല. ഇത് അമ്മനെ എടുത്ത് തീർക്കും. ഞാൻ എടുത്ത് തീർക്കും. പിന്നെ ചുമന്നുള്ളിയും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ ചുമന്നുള്ളി അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഇരിക്കൂല. പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചേച്ച് അതെടുത്ത് കഴിക്കണേ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പുറത്ത് വെച്ച് തന്നെ കഴിക്കണ ഇഷ്ടം. ഈ ചമ്മന്തിപ്പൊടി അതിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിലെ ശീലിക്കുന്ന ചില ശീലങ്ങൾ നമുക്ക് എത്ര മാറ്റണമെന്ന് പറ്റിയാലും മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയൊക്കെയുള്ള ചില ശീലങ്ങൾ എല്ലാവർക്കും ഒക്കെ ഉണ്ടാവൂലേ. അപ്പം അതാ. അപ്പം ഇനി വേണമെങ്കിൽ ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്ത് ചട്ടിയിൽ ഇച്ചിരി ഒന്ന് ഇതാവും. ഓഫ് ചെയ്യുക കേട്ടോ. ഇതേ ഇനി തണുത്ത് കഴിയുമ്പോൾ, തണുപ്പെന്ന് പറഞ്ഞാൽ നേരിയ ഒരു ചൂടിൽ നമുക്ക് പൊടിച്ചെടുക്കാം. അത് കാണിക്കാം. അന്നേരം ഉപ്പ് ചേർത്ത് പൊടിക്കണം. ഇതിപ്പോൾ വറുത്തില്ലേ, ഞാനിതൊന്ന് സ്റ്റൗ മാറ്റി കാണിച്ചു തരാം. ആന കരിമ്പിൻകാട്ട് കയറി എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലായിരിക്കും ഈ പരിസരം കിടക്കണത്. അത് പിന്നെ ഇത്ര നേരം ഇട്ട് ഇളക്കിയതല്ലേ. നോക്കിക്കേ, ഞാൻ എവിടെയെല്ലാം ക്ലിയർ ആക്കണം. തെറിച്ച് വീഴുന്നതാ. എത്ര നോക്കിയാലും തെറിച്ച് വീഴും. അല്ലെങ്കിൽ അതുപോലെ വലിയ പാത്രമായിരിക്കണം. പിന്നെ എന്നെ സംബന്ധിച്ച് എത്ര വലിയ പാത്രമാണെങ്കിലും കുറച്ച് എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോകും ഇങ്ങനെയുള്ള സംഗതികൾ ഇളക്കാം. ഇനി ഇത്രയും സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കുമല്ലേ. ഇനി അത് പതുക്കെ തണുത്ത് വരുമ്പോൾ പൊടിക്കണ കാണിക്കാം. മീഡിയം ആ ബൗളിലിട്ട് പൊടിക്കാം. നമുക്ക് കാണിച്ചു തരാം. ഇവിടെ ഗ്രീൻ ടീ ആയി. ഇന്നെ പൊടിക്കാൻ പോവാണേ. ഇത് അമ്മയ്ക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് സന്തോഷം കൂടുതലാ. അത്രയൊന്നുമില്ല. എന്നാലും എന്നാലും ഒരുപാട് അരക്കട പോലെ വെക്കരുത് അല്ലേ. ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി. ക്രഷ് ചെയ്യുക ആകാവുള്ളൂ. അല്ലെങ്കിൽ എത്രയായാലും വെളിച്ചെണ്ണയുടെ ആ ഒരു ഫോമിലേക്ക് വരും. ഉപ്പെടുക്കണം. ഇച്ചിരി ഉപ്പ് ഇടാം. ഈ പോരാ ഒന്ന് ക്രഷ് ചെയ്തേച്ച് ഉപ്പ് നോക്കാം കേട്ടോ. അത് പോരാ എന്തായാലും, എനിക്കറിയാം പോരാന്നുള്ളത്. ഇച്ചിരി കൂടെ ഇട്ടേക്കാം. നമുക്കൊന്ന് ക്രഷ് ചെയ്യട്ടെ കേട്ടോ. അടച്ചോ. അപ്പൊ ദേ ചമ്മന്തി പൊടിച്ചു. ദേ ഈ ഒരു പരുവം കറക്റ്റ് നോക്കി എടുക്കണം. കൂടുതൽ അരച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തെളിഞ്ഞ് പിന്നെ അത് നമുക്ക് ചമ്മന്തി പൊടിയായിട്ട് എടുക്കാൻ പറ്റില്ല. തേങ്ങാരപ്പായി പോവും. ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. എന്റെ ഭാഗത്തിന് ഇച്ചിരി കൂടെ മൂത്താൻ നല്ലതായിരുന്നു കളറ്. പിന്നെ ഞാൻ അങ്ങ് വറുത്ത് നമ്മളങ്ങ് ഒരു സമയമാകുമ്പോഴത്തേക്കും ചൂടായില്ലേ. അത് കാരണം ഭയങ്കര പാടാ. അപ്പൊ ഞങ്ങളങ്ങ് ഓഫ് ചെയ്താട്ടോ. ഇത് പൊടിക്കണ ദിവസം കഴിക്കാൻ നല്ല രസാ. ഇരിക്കുന്ന അനുസരിച്ച് അതിന്റെ രുചിയിൽ വ്യത്യാസം വരും. കേടാവൂന്നല്ല, എന്നെ സംബന്ധിച്ചില്ല എത്ര ഇരുന്നാലും കുഴപ്പമില്ല. അതങ്ങനെ എനിക്ക് ഇതിലൂടെ ശർക്കര ചേർക്കണ ഇഷ്ടാട്ടോ. ആ ശർക്കര പൊടി ഇച്ചിരി ഇട്ടാലും മതി. നമ്മളിത് കഴിക്കാൻ എടുക്കുമ്പോഴേ പൊടിയില്ല. പൊടി ഉണ്ടെങ്കിൽ അത് ഇച്ചിരി ഇട്ടാ മതി. നീ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പൊടി. ഞാൻ പറയൂലേ, അധികം ഞാൻ ഇവളോട് പറയും, എപ്പോഴും സാധനം മേടിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം അല്ലെങ്കിൽ അധികം മേടിച്ചുകൊണ്ട് വരരുത്. കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ ഇങ്ങനെ വേസ്റ്റ് ആക്കി അത് വെച്ചേക്കരുത്. പിന്നെ അത് വിട്ടുപോകും. അതാ എന്തിനെങ്കിലും എടുക്കാൻ. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പറയും. അതുകൊണ്ട് ഇവിടെ ആവശ്യത്തിന് മാത്രമേ മേടിക്കുള്ളൂ. ശരിയാ. അതിലൂടെ ശർക്കരപ്പൊടി ഇട്ടാ മതി. കറക്റ്റാ. അപ്പൊ ഇതിനകത്ത് ഒരുമിച്ചിട്ട് അരക്കുകയും വേണ്ട, അല്ല പൊടിക്കുകയും വേണ്ട. അതിലേക്ക് ചേർക്കാം. വേണമെങ്കിൽ നിനക്ക് അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇച്ചിരി ശർക്കരപ്പൊടി മേടിച്ചോ. വേറെ ചെറിയ പാക്കറ്റ് ആയിട്ട് കിട്ടില്ല. അതാ കുഴപ്പമല്ലേ. അപ്പൊ ദേ പകർത്തു കേട്ടോ. ഇവനാണ് അമ്മയുടെ ഫേവറേറ്റ്. ഇന്നത്തെ ഉണ്ടാക്കിയ അപ്പയ്ക്ക് ഏറെ പ്രിയമല്ലാത്തതും എനിക്ക് നല്ല പ്രിയമുള്ളതും നിനക്കും ഏറെ പ്രിയമല്ലാത്തതുമായ ചമ്മന്തിപ്പൊടി. അതുകൊണ്ട് അപ്പയ്ക്ക് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. അപ്പയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതിൽ. അമ്മയ്ക്ക് കുറെ അങ്ങ് ഇടും. ഞാനിടും. കുറച്ച് മതി. അത് മതി. മതിയോ? ധാരാളം. എന്റെ ചോറ് ഇവിടെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇച്ചിരി ഇട്ടോളാൻ പറഞ്ഞേ. കഴിക്കണമെന്ന് കാണിക്കണമല്ലോ. അല്ലെങ്കിൽ ഞാൻ അതും ഇടിക്കില്ല. അമ്മയ്ക്കത് കുറെ ഇടും. ആവശ്യം പോലെ ഇട്ട് കഴിഞ്ഞാൽ വേഗം തീരും. നോക്കി കണ്ടു ഇട്ടാ അവരവരും കൊള്ളാം. കാരണം ഇതിന്റെ പിന്നിലുള്ള എഫേർട്ട് നിങ്ങൾ കണ്ടില്ലേ എന്നാന്നുള്ളത്. അതെ, ആകെ ഒരു ഇച്ചിരി ഉള്ളൂ. അതെ,
ഒരു തേങ്ങ വറുത്തോളൂ, പറ്റില്ലായിരുന്നു. ഞാനും അപ്പയും ഇതിൻ്റെ അങ്ങനെ വലിയ ആരാധകരൊന്നും അല്ല കേട്ടോ. അമ്മയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആരാധിക. അമ്മയ്ക്ക് നോയമ്പുകാലം തുടങ്ങിക്കഴിഞ്ഞാൽ ചമ്മന്തിപ്പൊടി ഇല്ലാത്ത ഒരു കാലം ഇല്ല. ചമ്മന്തിപ്പൊടി എപ്പോഴും ഉണ്ടാവും നോയമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ. അതെന്തോ അമ്മ ചെറുപ്പം തൊട്ടേ കഴിച്ച ആ ഒരു ടേസ്റ്റ് പിടിച്ചത് കാരണമായിരിക്കും ചിലപ്പോൾ അതിനോട് ഇത്ര പ്രിയം. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മുടെ കമൻസിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകാറുണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇച്ചിരി കൂടി ഒരു ശർക്കരപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് പിന്നെയും യമ്മിയായിട്ട് കഴിക്കും. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ. ചാറുകറി പോലും ഞാൻ ഒഴിപ്പിക്കാതിരുന്നത് വീഡിയോയിൽ ആ ചമ്മന്തിപ്പൊടിയുടെ ആ ഒരു റിയൽ കളറ് അതൊക്കെ മിക്സ് ചെയ്യുന്നത്, ചോറുമായിട്ട് മിക്സ് ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാറുകറി പോലും ഒഴിപ്പിക്കാതിരുന്നത്. പക്ഷേ അന്നേ ദിവസം മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ, പിന്നെ ഞാൻ കഴിച്ചിട്ടേയില്ല. അപ്പം ചമ്മന്തിപ്പൊടി ഫാൻസ് ആരൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയോന്നും പറയണേ.